വെൽക്കം ടു ഐ+. ഞാൻ അക്ഷര. കേറ്റഡ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട ഒരുക്കങ്ങളിലായിരിക്കും എല്ലാവരും അല്ലേ. അപ്പോൾ എല്ലാവരും ഹാൾ ടിക്കറ്റൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് കാറ്റഗറി വൈസ് ആയിട്ട് സെപ്പറേറ്റ് ഹാൾ ടിക്കറ്റാണ്. നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ കാറ്റഗറിയുടെയും ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളവർ കൃത്യമായിട്ട് നിങ്ങൾ എടുത്തേക്കുന്ന പ്രിൻ്റ് ഔട്ടൊക്കെ കറക്റ്റ് ആണോ. ഇപ്പോൾ കാറ്റഗറി 2 and 3 ഒക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ 2-ൻ്റെയും 3-ൻ്റെയും ഒക്കെ സെപ്പറേറ്റ് ആണ്. അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കാം. പിന്നെ പലർക്കും പല സെൻറ്റേഴ്സ് ആയിരിക്കും പല കാറ്റഗറിക്ക് വരുമ്പോഴത്തേക്ക് അറിയാലോ. നമുക്കിപ്പോൾ 29th കാറ്റഗറി 1 and 2 എക്സാമും 30ക്ക് കാറ്റഗറി 3 and 4-ൻ്റെതുമാണ്. അപ്പോൾ ഈ 2ഉം 3ഉം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ചിലപ്പം അവർക്കുള്ള ഹാള് വ്യത്യാസമാകാം, അവരുടെ എക്സാം സെൻറ്റർ വ്യത്യാസമാകാം. അപ്പോൾ കൃത്യമായിട്ട് ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അവസാന നിമിഷം ഹാൾ മാറിപ്പോയി അല്ലെങ്കിൽ എക്സാം സെൻറ്റർ മാറിപ്പോയെന്ന് പറഞ്ഞ് ഓടാനുള്ള നേരമൊന്നുമില്ല. അപ്പോൾ കൃത്യമായിട്ട് ഓരോ ദിവസവും എവിടെയാണ് നിങ്ങളുടെ പരീക്ഷാ സെൻറ്റർ എന്ന് മനസ്സിലാക്കി വെക്കാം. ഹാൾ ടിക്കറ്റിൽ നോക്കി ഉറപ്പ് വരുത്തുക പരീക്ഷയുടെ സമയം. ഇപ്പോൾ ഉച്ചയ്ക്ക് നടക്കുന്ന പരീക്ഷകളുണ്ട്, രാവിലെ നടക്കുന്ന പരീക്ഷകളുണ്ട്, കാറ്റഗറി അനുസരിച്ച് ആ ഒരു മാറ്റമുണ്ട്. കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്നാണ് നിങ്ങളുടെ പരീക്ഷ, എത്ര മണിക്കാണ് എന്നുള്ള കാര്യം കറക്റ്റാക്കി മനസ്സിലാക്കി വെക്കാം. പിന്നെ ഹാൾ ടിക്കറ്റിൽ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് എത്ര മിനിറ്റ് മുമ്പ് അവിടെ എത്തണമെന്നുള്ളത്. ഏറ്റവും അവസാന നിമിഷം ഓടിച്ചെല്ലാനൊന്നും നിൽക്കേണ്ട. കുറച്ച് നേരത്തെ എക്സാം ഹാളിൽ എത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. കൃത്യമായിട്ട് എക്സാം സെൻറ്റർ എവിടെയാണ് സ്ഥലം എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കുറച്ച് നേരത്തെ ഈ ഒരു അരമണിക്കൂർ മുമ്പേ എന്നുള്ളത് നോക്കി നിൽക്കാതെ ഒരു മണിക്കൂർ മുമ്പേ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ്ഡ് ആകാം. ജസ്റ്റ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാനോ ഒന്ന് കാം ഡൗൺ ആയിട്ട് ഇരിക്കാനൊക്കെ ഉള്ളൊരു സമയം കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ അപ്ലൈ ചെയ്ത സമയത്തും ഏത് ID ആണോ അവിടെ കൊടുത്തിട്ടുള്ളത് ആ ID തന്നെ കൊണ്ടുപോകും. ചിലർക്ക് പറ്റുന്ന ഒരു അബദ്ധമാണ്, കഴിഞ്ഞ തവണയും പരീക്ഷയ്ക്ക് പറ്റിയൊരു അബദ്ധമാണ് ആധാർ കാർഡ് കൊടുത്തവരും. അപ്പോൾ ആധാർ കാർഡ് അറിയാലോ, ഇപ്പോൾ പലരും 2ആയിട്ട് കട്ട് ചെയ്ത് ലാമിനേറ്റ് ചെയ്തൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കറക്റ്റായിട്ട് വരുന്ന പാർട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. 1-2 സ്റ്റുഡൻസ് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ബാക്കിയുള്ള പാർട്ട്, ഇപ്പം നമ്മുടെ ആധാറിൻ്റെ ഫോട്ടോ വരാത്ത ബാക്കി പാർട്ടുമായിട്ട് ചെന്ന് കഴിഞ്ഞ് അവരെ അഡ്മിറ്റ് ചെയ്തില്ല. നമുക്ക് പിന്നെ ഓടിപ്പോയി വീട്ടിൽ പോയിട്ട് ഈ ഒരു ID എടുത്തുകൊണ്ട് വരാനുള്ള സമയമൊന്നും കിട്ടണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, പരീക്ഷയുടെ തലേ ദിവസം തന്നെ ഈ ഒരു വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് എടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. പെന്നും എല്ലാം, പെന്നൊക്കെ പുതിയ പേന എടുത്ത് എഴുതാൻ പോകാൻ നിൽക്കേണ്ട. ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി എല്ലാം ഓക്കെ ആണെന്നൊക്കെ വരുത്തിയിട്ട് പോയാൽ മതി. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടൈമിൽ ചെന്ന് പേന എടുക്കുന്ന സമയത്ത് തെളിഞ്ഞില്ലെങ്കിൽ പിന്നെ ടെൻഷനാണ്. എന്തെങ്കിലും ഒരു ചെറിയ ടെൻഷൻ മതിയല്ലോ പിന്നെ ബാക്കി പരീക്ഷ കുളമാവാനായിട്ടും. അതുകൊണ്ട് എല്ലാ കാര്യവും സെറ്റാക്കി വെക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വാച്ചിൻ്റെ കാര്യമാണ്. ചില സെൻറ്ററുകളിലൊക്കെ വാച്ച് അലൗട്ട് ചെയ്യുന്നുണ്ട്, എന്നാലും നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. മിക്കവാറുള്ള സെൻറ്ററുകളിലൊക്കെ എന്ത് ചെയ്യും, ആ വാച്ച് മാറ്റാനായിട്ട് പറയുന്നതായിട്ട് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വാച്ചില്ലാതെ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. PSC എക്സാമിനാണെങ്കിൽ പോലും ഇപ്പോൾ വാച്ച് കൊണ്ടുപോകുന്നത് അലൗഡ് അല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടെ മുമ്പേ മനസ്സിലാക്കി വെക്കാം. ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കുക, ബെല്ലുകൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാം. ഇൻവിജിലേറ്ററിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സമയം പറഞ്ഞു തരും. അപ്പം സമയം നമുക്ക് അറിയാനുള്ള വഴിയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ സമയത്ത് വാച്ച് ഊരി വെച്ചുകൊണ്ട് എനിക്ക് ടെൻഷൻ കൊണ്ട് പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊന്നും പരാതി പറയേണ്ട. അപ്പോൾ അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞു തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കൃത്യമായിട്ട് ഹാൾ ടിക്കറ്റ്, അതിൻ്റെ പ്രിൻ്റ് ഔട്ട്, പിന്നെ നിങ്ങളുടെ ID കാർഡ് ഒറിജിനൽ തന്നെ വേണം. ID കാർഡിൻ്റെ കോപ്പി ആയിട്ട് പോയിട്ട് കാര്യമില്ല, എക്സാം സെൻറ്ററിലോട്ട് നിങ്ങളെ അലൗട്ട് ചെയ്യില്ല. ഇത്രയും കാര്യങ്ങളാണ് പോകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. പിന്നെ പരീക്ഷാ ഹാളിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയാലോ. OMR ഷീറ്റ് മാർക്ക് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് തെറ്റ് വന്നു പോയി കഴിഞ്ഞാലും തിരുത്താനായിട്ടുള്ള അവസരമില്ല. ബബിൾ ചെയ്ത് തെറ്റിപ്പോയാൽ പോയി. അതുകൊണ്ട് കൃത്യമായിട്ടും നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുന്ന സമയത്താണെങ്കിലും, ഇപ്പോൾ കാറ്റഗറി 2 വരുന്ന ടൈമിൽ സയൻസോ സോഷ്യലോ ഒന്ന് സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും, നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി തന്നെ എന്ത് ചെയ്യാം, ബബിൾ നിങ്ങൾ കറുപ്പിക്കുക. അപ്പോൾ അവിടെയൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇൻവാലിഡ് ആകാനൊക്കെ സാധ്യതയുണ്ട്. രജിസ്റ്റർ നമ്പറൊക്കെ തെറ്റിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്രയും ശ്രദ്ധ കൊടുത്ത് തന്നെ കൃത്യമായിട്ട് ചെയ്യുക. ഇത്രയും കാര്യമാണ് ചെയ്യാനായിട്ടുള്ളത്. ഇനിയുള്ള സമയം ടെൻഷനൊന്നും അടിക്കേണ്ട. ജസ്റ്റ് പഠിച്ച കാര്യങ്ങൾ മാത്രം ഒന്ന് റിവൈസ് ചെയ്യാം. നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കാനൊന്നും നിൽക്കേണ്ട. സേഫ്റ്റി നോക്കുക, വീട്ടിൽ ഫുഡ് കഴിച്ച് കൂളായിട്ടിരിക്കുക, നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കുക. ചൂട് സമയമാണ്, എക്സാം ആകുമ്പോഴത്തേക്ക് എന്തായാലും നമ്മുടെ ബോഡി ക്ഷീണിക്കും. അപ്പോൾ ആ ഒരു ക്ഷീണമൊന്നും നമ്മുടെ പരീക്ഷയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്വയം കെയർ ചെയ്യാം. നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യുക. ഇത്തവണ തന്നെ എക്സാം പാസ്സാവുക. ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.